നമസ്കാരം. കേരളത്തിന്റെ കണ്ണും കാതും നിലമ്പൂരിലേക്കാണ്. രാഷ്ട്രീയം തിളച്ചു മറിയുകയാണെങ്കിലും നല്ല മഴ പെയ്ത് തണുപ്പിക്കുകയാണിപ്പോ നിലമ്പൂരിനെ. ഞാൻ ഷൊർണൂരിൽ നിന്ന് ഒരു പാസഞ്ചർ തീവണ്ടിക്കാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും മനോഹരമായ റെയിൽപാത എന്ന് നമുക്ക് ഈ റെയിൽപാതയെ പറയാം. ആരെങ്കിലുമൊക്കെ പോകാൻ ബാക്കിയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ റൂട്ടിൽ ഒരു പാസഞ്ചർ ട്രെയിനിൽ ഒന്ന് സഞ്ചരിച്ച് നോക്കണം. അത്ര സന്തോഷകരമായ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ തന്നെ കാണാനുള്ളത്. നമുക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് പോയാൽ അവസാനത്തെ 3 തെരഞ്ഞെടുപ്പുകളിൽ 2 LDF, 1 UDF എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ആ അൻവർ ഇപ്പോൾ മറുവശത്ത് പോയി വേറൊരു മുന്നണിയായി പാർട്ടിയായി മത്സരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ നമുക്കറിയാം തേക്കുകളുടെ നാടാണ്. നിലമ്പൂർ തേക്ക് ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള തേക്കാണ്. നിലമ്പൂർ തേക്കിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ബ്രൗൺ നിറത്തിലുള്ള കാതൽ സുപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കാമ്പും കാതലുമുള്ള രാഷ്ട്രീയമാണ് നിലമ്പൂരിനുള്ളത്. അത് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂരുകാരുടെ കാതൽ, ഇഷ്ടം, സ്നേഹം, പ്രണയം ആരോടാണ് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. നമ്മൾ നിലമ്പൂർ വഴി ഒരു യാത്ര പോവുകയാണ്. എന്താണ് നിലമ്പൂർ കാത്തുവച്ചിരിക്കുന്നത് എന്നറിയാനുള്ള യാത്ര. അപ്പോൾ പോവാം. ഞാനിപ്പോ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തേക്ക് ടൗൺ എന്നാണ് നിലമ്പൂർ അറിയപ്പെടുന്നത്. ലോകത്തെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ ഈ നിലമ്പൂരിലാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കനോലി സാഹിബ് ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ, മലബാർ ജില്ലാ കളക്ടറായിരിക്കുമ്പോഴാണ് നിലമ്പൂരിൽ തേക്ക് പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. സവിശേഷമാണ് ഇവിടുത്തെ തേക്ക്. ഇപ്പോഴും ലോകത്ത് തേക്കിന്റെ പേരിൽ അറിയപ്പെടുന്ന നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് നിലമ്പൂരിനെ വിശേഷിപ്പിക്കാം. ലോകത്തെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ മാത്രമല്ല, ആധുനിക കാലത്ത് ലോകത്തെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും ഈ നിലമ്പൂരിലാണ് ഉള്ളത്. ആധുനിക നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിന് മറക്കാൻ കഴിയാത്ത ചില പേരുകളുണ്ട്. ഒന്നത് കുഞ്ഞാലിയുടേതാണ്. നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA സ്ഥാനത്തിരിക്കുമ്പോൾ കൊല്ലപ്പെടുന്നത് കുഞ്ഞാലിയാണ്. 1965 ഈ മണ്ഡലം രൂപീകരിക്കപ്പെടുമ്പോൾ ആദ്യമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ CPIM നേതാവായ K കുഞ്ഞാലിയായിരുന്നു. പിന്നീട് 67 സപ്തകക്ഷി മുന്നണി ഉണ്ടായ കാലഘട്ടത്തിൽ വീണ്ടും കുഞ്ഞാലി MLA ആയി. ആ കുഞ്ഞാലി 69 വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു 1ാം പ്രതി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ആദ്യമായി ഈ മണ്ഡലം വിജയിക്കുന്നത്, MP ഗംഗാധരനിലൂടെ. അതിനുശേഷം കോൺഗ്രസ് ആ മണ്ഡലം നിലനിർത്തുന്നു. 77 ആര്യാടൻ മുഹമ്മദ് വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹം ആ കുറി MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു. 1980 C ഹരിദാസ് ആണ് ഇവിടെ നിന്ന് MLA ആയത്. അവിടെ ഒരു ചരിത്രമുണ്ട്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം MLA ആയ ആൾ എന്ന ചരിത്രം C ഹരിദാസിൻ്റെതാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്തു. അവിടെ ആര്യാടൻ ജയിക്കുന്നു. അതിനുശേഷം 1982 TK ഹംസ മത്സരിച്ച് ജയിക്കുന്നു. 87 മുതൽ തുടർച്ചയായി 2011 വരെ ആര്യാടൻ ജയിക്കുന്നു. അതിനുശേഷം 2016 2021 PV അൻവർ ജയിക്കുന്നു. ഇതാണ് നിലമ്പൂരിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, വർത്തമാനകാല ചരിത്രം. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണ് നിലമ്പൂരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു വിശകലനത്തിന് ഇനി സ്കോപ്പുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നിലമ്പൂരിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ രാഷ്ട്രീയ വിശകലനവുമായി ബിജു പങ്കജ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ബിജു 2 ആഴ്ചയിൽ കൂടുതലായി ഇവിടെ ക്യാമ്പ് ചെയ്യാണ്. ഈ തുടക്കത്തിൽ എനിക്ക് തോന്നിയത് UDF എഡ്ജുള്ള ഒരു മണ്ഡലമാണ്. നിലമ്പൂരിൻ്റെ ഒരു ചരിത്രം എടുത്താൽ സ്ലൈറ്റ് UDF എഡ്ജെങ്കിലും നിശ്ചയമായും പറയേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷെ അതിനുശേഷം വരുന്നു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി കാര്യങ്ങൾ ടൈറ്റായി എന്നൊരു പ്രതീതി വന്നു. ഇപ്പോൾ ഈ ക്യാമ്പയിൻ അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലാണ്. എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞതുപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരമുണ്ടോ, അതോ ഒരു UDF അല്പം അഹെഡ് ആണ്? ഒരു ശക്തമായ മത്സരം നടക്കുന്നു എന്ന പ്രതീതി പല തീരുമാനങ്ങളിലും, പല ചർച്ചകളിലും, പല സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോഴും പറയുന്നത് അൻവറിൽ തന്നെ നമുക്ക് തുടങ്ങാം. അൻവറിൻ്റെ രാഷ്ട്രീയ മണ്ടത്തരമെന്നോ ബുദ്ധിപരമായ രാഷ്ട്രീയം എന്നൊക്കെ വിശ്വസിക്കുമ്പോഴും ഒരു അൻവർ എഫക്റ്റ് എന്നുള്ള നിലയിൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനാണ് എനിക്കിഷ്ടം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ അൻവർ തുടക്കത്തിലെടുത്ത തീരുമാനങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്, നിലമ്പൂരിൻ്റെ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നീട് എടുത്ത അൻവറിൻ്റെ തീരുമാനങ്ങൾ
അൻവർ മത്സരിക്കാൻ ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ അൻവർ എഫക്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാചകം ഉപയോഗിക്കാനുള്ള ഒരു കാരണം, ഈ തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് BD സതീശനാണ് ഇതിനകത്തൊരു പ്രധാന ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാന ഐക്കണായിട്ട് ഞാൻ കാണുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഘടകകക്ഷികൾ ആത്മാർത്ഥമായി പണിയെടുത്താൽ ജയിക്കാമെന്ന സെനാരിയോ ഉണ്ടെങ്കിൽ തന്നെ നിന്ന് ജയിച്ചാൽ അൻവർ എന്ന ഭാവിയിലെ ചെലത്തെ ഒഴിവാക്കാം, സതീശന്റെ സ്വന്തം പൊസിഷൻ സിമെന്റ് ചെയ്യാം. ഒരുപാട് റിസ്ക് ഉണ്ട് എങ്കിൽ പോലും അതിന്റെ അഡ്വാൻറ്റേജ് വളരെ കൂടുതലല്ലേ? അത് തീർച്ചയായിട്ടും. പക്ഷേ ഈ റിസ്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. കാരണം സതീശ് ഈ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റാൽ സതീശനെ ചോദ്യം ചെയ്യും. കാരണം ലീഗ് അസംതൃപ്തരാണ്, പക്ഷെ അവർ പുറത്ത് കാണിക്കുന്നില്ല, അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സതീശന്റെ അപ്രമാദിത്വം എന്ന് പറയുന്ന ലീഗിനെ പോലും അപ്രസക്തമാക്കുന്ന തരത്തിലായിരുന്നു ഈ മണ്ഡലത്തിൽ വന്നത്. പക്ഷേ എന്നാലും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് സതീശനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഒരുപക്ഷെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും അതൊരു മൂന്നാം തവണ അധികാരമേറും എന്ന് വിശേഷിപ്പിക്കുന്ന തലത്തിൽ ഈ മത്സരം അദ്ദേഹത്തിന് നിർണായകമാണ്. എനിക്ക് അതിനകത്തൊരു ടേക്ക് ഉള്ളത്, ശരിയാണ്, ഇത് സെമി ഫൈനലാണ്. ഈ തെരഞ്ഞെടുപ്പ് LDF ജയിക്കുകയാണെങ്കിൽ പിണറായി 3.0 എന്ന നറേറ്റീവ് വ്യാപകമായി സെല്ല് ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട, പ്രചണ്ഡമായ പ്രചരണം നടക്കും. പക്ഷെ തോറ്റാലും കേരളത്തിന്റെ ഒരു തരത്തിലുള്ള പരിച്ഛേദമായി കാണാൻ കഴിയുന്ന മണ്ഡലമല്ല, അത് UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അതവർ ജയിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കാൻ LDFനെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ കഴിഞ്ഞേക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു പക്ഷേ LDFനേക്കാൾ കൂടുതൽ ക്രൂഷ്യൽ UDFനല്ലേ? തീർച്ചയായിട്ടും. അത് പക്ഷേ LDFന് അങ്ങനെ പറഞ്ഞേക്കാം, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞേക്കാം. പക്ഷേ ഇത് UDFന് നൽകുന്ന ഒരു വർദ്ധിത വീര്യമാണ്. ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്നുള്ള പ്രതീതി രണ്ട് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഓരോ വോട്ടും നിർണായകമായിട്ട് എടുക്കുക. കാരണം പൊതുവെ PDPയുടെ ബന്ധം ഒരു അപകടകരമായ ചർച്ചകൾ നടക്കുന്ന ഒരു സംഭവമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന് ജമാഅത്തെ ബന്ധം, അതും അപകടകരമായ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്ന. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടുപേരും ഭയപ്പെടുന്നു, പരാജയം ഉണ്ടാകുമെന്ന ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ് അപകടകരമായ ഒരു നേർരേഖയിൽ നിന്ന് തീവ്ര സ്വഭാവമുള്ള പാർട്ടികളുമായുള്ള ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അത് രണ്ട് വലിയ ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ മൂന്നാമത്തെ കക്ഷിക്ക് യഥാർത്ഥത്തിൽ ഉള്ള ശക്തിയേക്കാൾ കുറഞ്ഞു പോകും ഫലം വരുമ്പോൾ എന്നുള്ളത് നമ്മൾ പല ഇലക്ഷനുകളിലും കണ്ടിട്ടുണ്ട്. ഇതിപ്പോ സ്വരാജും ആര്യാടനും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായി മാറുന്നു. അപ്പോൾ BJPയും അൻവറും ഏറെക്കുറെ അപ്രസക്തരാണ്. എത്ര വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ കവിഞ്ഞുള്ള പ്രസക്തി അതിനകത്ത് ഇല്ല. കോൺട്രോവേഴ്ഷ്യൽ അല്ലാത്ത ക്ലീൻ ഇമേജ് ഉള്ള രണ്ടു പേർ മത്സരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളുടെ ഏറ്റുമുട്ടൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നാണ് വിചാരിക്കുന്നത്? രണ്ട് നല്ല വ്യക്തിത്വങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം വിചാരിക്കുന്നത്, കഴിഞ്ഞ തവണ 3000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ മണ്ഡലത്തിൽ ഒരു എഡ്ജ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. നമുക്ക് പല ഉപതെരഞ്ഞെടുപ്പുകൾ, ഇപ്പൊ തൃക്കാക്കരയിൽ അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ, പാലക്കാട് തന്നെയും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിലൊക്കെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ ഒരാളെ കാമാൻ ക്വൈറ്റായിരുന്നു. പക്ഷേ ഏത് നിമിഷവും ഒരു കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറി. എന്തായാലും അത് 23 വരെ കാത്തിരിക്കാം. നിലമ്പൂർ വന്നിട്ട് നല്ല ഊണവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് മീൻ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് എന്നാണ് അരുൺ അമൃതനാഥ് പറഞ്ഞത്. അവിടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ ഭക്ഷണ വിവരം കൂടി അറിയണമല്ലോ നിലമ്പൂരിന്റെ കാര്യത്തിൽ. എന്താ ഇലക്ഷനൊക്കെ വർത്താനം എന്താ? വളരെ പോസിറ്റീവായിട്ട് സ്വരാജ് ജയിക്കും എന്നുള്ളൊരു LDFന്റെ പ്രവർത്തകനാണ്. അതെ, പല തരത്തിലുള്ള ഇതിലാണ് വരുന്നത്. കൃത്യമായ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ LDFന് മുൻതൂക്കാണ്. പക്ഷെ മാറി മാറി വരുന്ന വിഷയങ്ങളിൽ എന്താകും വിധി എന്നുള്ളത് അപ്രസക്തമാണ്. മാറി വരുന്ന വിഷയങ്ങളിൽ എന്താകും എന്നുള്ളതാണ്. നമുക്ക് ഈ ഹോട്ടലിലെ ഉടമസ്ഥനുണ്ട്. നമസ്കാരം. ഇതിന്റെ ഇവിടെ അരുണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് മീൻ കൊടുക്കുന്നുണ്ട് ഒക്കെയാണല്ലോ. അങ്ങനെ അതിപ്പോ അതൊക്കെ ലാഭമായിട്ട് പോകാൻ പറ്റും? ഇല്ല, ഇപ്പോൾ കുറച്ച് വില അധികമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞത് ഈ ഹോട്ടൽ നടത്തുന്ന 3 ആൾക്ക് 3 രാഷ്ട്രീയമാണെന്നാ. ഒരു കുടുംബത്തിലെ 3 ആൾക്കും. ഭാവിയാണ്. എൻ്റെ ഒരു അനിയൻ കോൺഗ്രസ് ആണ്, ഒരനിയൻ CPI ആണ്. സന്ദേശ സിനിമ പോലെ. അതെ. വിശന്നിരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ സംസാരിച്ചാൽ ബുദ്ധിമുട്ടാവുമെന്ന് അറിയില്ല. നമസ്കാരമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണെന്നറിയാം. എന്തുണ്ട് നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയമൊക്കെ? ഉഷാറോട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോത്തുകല്ലിൽ ആയിരുന്നു നമുക്ക് ഉത്തരവാദിത്തം. അവിടുത്തെ ക്യാമ്പയിൻ കഴിഞ്ഞ് അവിടെ വെച്ച് അറിഞ്ഞതാണ് ഇങ്ങനെ. ഏത് പാർട്ടിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താൻ? നമ്മൾ UDF ആര്യാടൻ ഷക്കോത്തിന്. പിന്നെ ഇപ്പൊ നമുക്ക് അപ്രതീക്ഷിതമായ ഒരാളെ കാണുന്നുണ്ട്. നമസ്കാരമുണ്ട്. എന്തൊക്കെയാണ് ഭക്ഷണം കഴിച്ചാ? ഇല്ല, കഴിക്കാൻ വന്നതാ. അപ്പൊ ഒരുമിച്ച് നമുക്കൊരു ഭക്ഷണം കഴിക്കാം. അപ്പൊ നമ്മള് വളരെ അപ്രതീക്ഷിതമായി ഇവിടെ വന്നപ്പോ കണ്ടുപിട്ടിതാ ഒരാൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്.
നമസ്കാരം. ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വളരെ നിർണായകമായ ഒരു തീരുമാനമൊക്കെ എടുത്തത്. ഇപ്പോൾ അടുത്ത ഉപതെരഞ്ഞെടുപ്പായി വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാണ്. എങ്ങനെയുണ്ട് നിലമ്പൂർ? എങ്ങനെയുണ്ട് പാലക്കാട് 2.0? പാലക്കാട് 2.0 ആകുമ്പോൾ 20,000 ഭൂരിപക്ഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാലക്കാടിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ UDF ഇവിടെ വിജയം ഉണ്ടാവും. വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? എങ്ങനെയുണ്ട് ഭക്ഷണം? 3-4 മീനൊക്കെ കഴിച്ചു തോന്നല്ലോ. പിന്നെ അത് ഇവിടെ അൺലിമിറ്റഡ് ആണ്. ഫിഷ് ഫ്രൈ അൺലിമിറ്റഡ് ആണ് വലിയ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം ഇവിടെ മോര് കാച്ചിയത് കിട്ടും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോട്ടൽ തിരഞ്ഞു വന്നാണ്. അങ്ങനെ ഹോട്ടൽ തിരഞ്ഞു വന്ന കുറേ അധികം ആളുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഉഷാറാവട്ടെ. ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്, സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നത്. അല്ല, ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം, എന്താ നിലമ്പൂരിലെ ഒരു പൾസ് എന്താ? എല്ലാവരും കട്ടക്കാണ്, നല്ല നല്ല പൊടി. എല്ലാവരും ഓട്ടോയിൽ കയറണം അല്ലേ? അയില പൊരിച്ചത്, ശരി. അല്ല, സന്തോഷം. പിന്നെ ഇത് നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് മീൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ മുതലാവുക? ജീവിച്ചു പോയ പോലെ. അതാണ് സമ്പാദ്യം ഒന്നും വേണ്ട, ജീവിച്ചു പോയാൽ മതി എന്നുള്ളതാണ് നിലമ്പൂരുകാരുടെ ഒരു ജീവിത ദർശനം എന്ന് തോന്നുന്നു. അരുൺ അമൃതനാഥ് കൂടിയുണ്ട്. അരുണിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇവിടുത്തെ ഭക്ഷണമാണോ? സത്യം പറഞ്ഞാൽ നമ്മളെപ്പോൾ നിലമ്പൂർ വന്നാലും അലിക്കാസ് കയറാൻ നമുക്കൊരു ചടങ്ങ് പോലെയാണ് അഭിലാഷേട്ടാ. എൻ്റെ ഫേവറേറ്റ് നെത്തോലിയാണ്. നെത്തോലി പറഞ്ഞാൽ ഇവര് ഇന്ന് നെത്തോലില്ല, ഇന്ന് അയിലയാണ്. ഓരോ ദിവസം ഓരോ മീനാണ്. അപ്പോൾ ഇവര് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇവര് സാലഡൊക്കെ തരുന്നവരെ മീൻ വന്ന് തന്നിട്ട് അങ്ങ്. എന്തായാലും അതെ, നമ്മളിപ്പോ ഈ മീനിനെ വെച്ചിട്ട് ഇനിയിപ്പോ വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം ബാക്കി. നിലമ്പൂരിൻ്റെ ഐഡന്റിറ്റി തന്നെയാണ് നിലമ്പൂർ ആയിഷ എന്ന് പറയാം. കേരളം കണ്ട മഹതിയായ കലാകാരി, വാർദ്ധക്യകാല അവശതകൾക്കിടയിലും വളരെ വളരെ സജീവമാണ്. നമുക്ക് ഓർക്കാൻ ഏറെയുള്ള വലിയ കലാസഭരയുടെ പാരമ്പര്യം ഓർക്കുന്നു. ഞാൻ നിലമ്പൂർ ആയിഷയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആയിഷത്തെ ഒന്ന് കാണാൻ എന്ന് വിചാരിക്കുന്നു. ആയിഷത്തെ നമസ്കാരം. ഞാൻ വരുന്നു. മഴയൊക്കെയാണ്, ഉഷാറല്ലേ? എങ്ങനെ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓ, തീർച്ചയായിട്ടും. സ്വരാജല്ലേ, സ്വരാജാണ് ഞങ്ങളെ രക്ഷകൻ. അവൻ വരട്ടെ, അവൻ വരട്ടെ എന്നുള്ളതാണ്. വരട്ടെ, അവൻ വന്നാൽ ഞങ്ങൾക്കൊരു നൃത്തമുണ്ട് ഇവിടെ. ഈ പ്രായത്തിലും ഈ അല്ല ചൂടിനൊരു കുറവില്ലല്ലോ. അതില്ല, അതാണ് എൻ്റെ ഒരു ഭാഗ്യം. ദാഹം കൊണ്ട് എനിക്ക് ശക്തിയില്ലെങ്കിലും എൻ്റെ ശബ്ദം കൊണ്ട് എനിക്ക് ശക്തിയില്ല. ഈ പണ്ട് കാലത്തൊക്കെ സിനിമയിലും നാടകത്തിലും ഒക്കെ, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നാടകത്തിലൊക്കെ സജീവമായിരിക്കുമ്പോ വെടിയുണ്ട തന്നെ വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് തറച്ചിട്ടില്ലാത്ത ആളാണ് ഞാൻ. അതെ, അത് വരുമ്പം ഞാനൊരു ഡയലോഗ് പറഞ്ഞ് മൂവ് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് ഇനിയും കൊല്ലങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ്, അല്ലെങ്കിൽ ഞാൻ 14 വയസ്സിലോ 16 വയസ്സിലേ മരിച്ചു. ഇത്രയും കാലം കലാരംഗത്ത് നിന്നു, ഇടയ്ക്കിടവേളകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പൊ നിലമ്പൂർ ഇലക്ഷൻ വരുമ്പോൾ ഒരുപാട് പേര് നിലമ്പൂരേക്ക് വരികയാണ്. എല്ലാവരും കാണാനൊക്കെ വന്നോ? എല്ലാവരും കാണാൻ വന്നു. എത്ര ആളാണ്? ഇന്ന് തന്നെ കുറേ ആളുകൾ വന്നു. സ്ത്രീകളൊക്കെ ഒന്നായിട്ട് വരികയാണ്, പുരുഷന്മാരും അതേപോലെ വരുന്നുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ വരുന്നുണ്ട്. ഈ പണ്ടൊക്കെ കലാരംഗത്ത് പ്രവർത്തിക്കാനൊക്കെ വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളുകൾ കലാരംഗത്തേക്ക്, സ്ത്രീകൾ വരുന്നുണ്ട്, അവരൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ടോ? സന്തോഷം. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം. അവർ നല്ലോണം, അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് വേറെ ജോലി ചെയ്യണമെങ്കിൽ പോലും എങ്കിലും എനിക്ക് സന്തോഷമാണ് ആ കാര്യത്തിൽ. കാലം മാറി ഒരുപാടല്ലേ? കാലം മാറി കോലം മാറി. അതാണ് എൻ്റെ ജ്യേഷ്ഠൻ എഴുതിയിരുന്നു, മാനു മുഹമ്മദ്. കണ്ടില്ലേ കോലം മാറിപ്പോയെ എന്നിട്ടുള്ളൊരു പാട്ടൊക്കെ പാടിയിരുന്നു. പഴയ പാട്ടുകൾ, വിപ്ലവ ഗാനങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പോഴും ഓർമ്മയുണ്ടോ? അത് ചിലതൊക്കെ ഓർമ്മയുള്ള ഒരു പാട്ടങ്ങ് പാടിയാലോ? അതിനേക്കാൾ ഒക്കെ എനിക്ക് പാടാൻ ഓർമ്മ വരുന്നത് ചെറുപ്പകാലത്ത് ഞങ്ങൾ എൻ്റെ വീട്ടിലിരുന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് പാടുന്ന പാട്ട്. എൻ്റെ ഉമ്മ പാടുന്ന പാട്ടായിരുന്നു ഹിന്ദിയിലുള്ളത്.
टुकड़ा की मुझे जाने वाले दूने अरमानों की दुनिया लूट ली मुस्कुराने भी न पाई दीत मन्ना लूट ली हाई दुनिया लूट ली. അത് തകർത്തു. അപ്പോ എല്ലാ സന്തോഷവും കാണാൻ പറ്റില്ല. നിലമ്പൂർ വന്നിട്ട് ആയിഷാത്തനെ കാണാതെ നമ്മൾ എന്തായാലും മടങ്ങാനും പറ്റില്ലല്ലോ. സന്തോഷം, വളരെ സന്തോഷം കണ്ടത്. ഞാനിപ്പോൾ നിലമ്പൂർ കോവിലകത്താണ്. AD 1200 മുതൽ നിലമ്പൂരിൻ്റെ രാജവംശമായിരുന്നു. ആ രാജവംശത്തിൽ നിന്നാണ് നിലമ്പൂർ എന്ന പേര് തന്നെ പിന്നീട് വരികയൊക്കെ ചെയ്തത്. ഇന്നിപ്പോൾ നിലമ്പൂർ രാജവംശത്തിലെ അന്നത്തെ പഴയ കുടുംബാംഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കേരളത്തിലുണ്ട്, ഔട്ട്സൈഡും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ശ്രീ രാജേന്ദ്രവർമ്മ, അദ്ദേഹം ഗോദവർമ്മ തിരുവൽപ്പാടിൻ്റെ മകൻ കൂടിയാണ്, നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. ഇപ്പോൾ നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ആളുകൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് നിലമ്പൂരേക്ക് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോവിലകവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? ഇപ്പോൾ ഈ കോവിലകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ പടിപ്പരയിനുള്ളിൽ വന്ന കാണുന്ന ബിൽഡിങ്സൊക്കെ കോവിലകത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ വീടുകളൊക്കെ അല്ലാണ്ട് ഒരു ഒറ്റ ബിൽഡിംഗ് അല്ല. നിലമ്പൂർ കോവിലകം എന്ന് പറയുന്നത് ഈ ചേരമാൻ പെരുമാൾ 12-ാം നൂറ്റാണ്ടിൽ രാജ്യം മുഴുവൻ ഭാഗിച്ച് പോണാണല്ലോ ചരിത്രം. അപ്പോൾ നെടിയിരുപ്പിൽ ഉള്ള ചില ഏറാടിമാരുണ്ട്. അവർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ വേറെ ഒന്നുമില്ല, ഈ കോഴി കൂകിയാൽ കേൾക്കുന്ന സ്ഥലം അവിടെ ഉള്ളതേ ഉള്ളൂ, അത് നിങ്ങൾ എടുത്തോളൂ എന്നിട്ട് ഉടവാൾ കൊടുത്തിട്ട് ചത്തും കൊന്ന് അടക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു. അത് ചരിത്രമുണ്ട്, മാനിച്ചൻ വിക്കിരൻ എന്നൊക്കെ വേണ്ടി സാമൂതിരിയുണ്ട്. അപ്പോൾ ഈ ഏറാടിമാർ ഇപ്പോൾ പറഞ്ഞ കോഴി കൂകിയാൽ കേൾക്കുന്ന നാട് കുക്കുട ക്രോഡദേശം, അതാണ് കോഴിക്കോടായിട്ട് മാറിയത്. അവരങ്ങോട്ട് നെടിയിരിപ്പ്, കൊണ്ടോട്ടിക്കറ്റ് നെടിയിരിപ്പിലാണ് അവരങ്ങോട്ട് പോയി. അപ്പോൾ അവിടുന്ന് കിഴക്കൻ ഏറനാട് നോക്കി നടത്താൻ വേണ്ടി നമ്മുടെ പൂർവികരെ ഇവിടേക്ക് കൊണ്ടുവന്നു. അന്ന് ഇത് ഏറനാടാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നിലമ്പൂർ എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ അന്ന് മുളകളും തേക്കും മാത്രമുള്ള കാട്ടുപ്രദേശമാണ്. അപ്പോൾ ഈ മുളയ്ക്ക് നിലിമ്പം എന്നാണ് പേര്. അപ്പോൾ നിലിമ്പങ്ങളുടെ നാട് എന്ന രീതിയിലാണ് നിലിമ്പപുരം എന്നുള്ള പേര്. നിലിമ്പപുരമാണ് നിലമ്പൂരായത്. അത് പിന്നീട് ലോപിച്ച് നിലമ്പൂരായിട്ടാണ് നമ്മൾ കേട്ടറിവാണ്. അങ്ങനെ വന്നായിരിക്കും, അത് ലോജിക്കും തന്നെയാണ്. ഇപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കാണ്. നിലമ്പൂരിലാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പും നടക്കണം. ഈ ആധുനിക ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി സക്രിയമായി പങ്കെടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടോ? ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ജനസംഘത്തിലുണ്ടായിട്ട് കോൺഗ്രസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും ആക്റ്റീവായിട്ട് ആരും ഇല്ല. എന്തായാലും ഇപ്പോൾ നിലമ്പൂരിലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ നിലമ്പൂരിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടിയായി അതിനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രീ രാജേന്ദ്രവർമ്മയെ വന്ന് കണ്ടത്. പരിചയപ്പെട്ടതിൽ സന്തോഷം. എനിക്കും. ചായ, ജോൺസൺ മാഷ് തുടങ്ങിയ സംഗതികൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്നതുപോലെ നിലമ്പൂരിലും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചായ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗ്രിൽഡ് ചായ ആണോ എന്നറിയില്ല, ചായ് ഗ്രിൽ എന്നൊരു കടയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഫാത്തിമ തെഹ്ലിയനെ ഇവിടെ വരുമ്പോൾ കണ്ടു. ഈ കൂട്ടിലിരിക്കുന്ന പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഒറ്റ ശ്വാസത്തിൽ പറയണോ? നിർത്തി പറഞ്ഞാൽ മതി. അറിയുന്നതുണ്ട്, അറിയാത്തതുണ്ട്. അപ്പം മൊത്തം പറയൽ റിസ്ക് ആണ്. ഇത് മലബാർ പലഹാരങ്ങളുടെ മാത്രം കടയാണ്. തനത് മലബാർ പലഹാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ അവരുടെ ഇൻവെൻഷൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും രാഷ്ട്രീയ നേതാക്കളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ്. നാട്ടുകാർക്ക് ഭയങ്കര ഒരു കൗതുകമായിരിക്കും. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറഞ്ഞത് ഒരു കാർണിവലായി മാറിയോ? ഉപതെരഞ്ഞെടുപ്പ് പൊതുവെ ഒരു ഭയങ്കര ആവേശമാണല്ലോ. ഇവിടെ നിലമ്പൂരുകാർക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയത്. എല്ലാവരും, എല്ലാ MP-മാരും MLA-മാരും ഒക്കെ അവരുടെ മുറ്റത്ത് തന്നെയാണ്, എല്ലാ സംഘടനകളുടേതും. അപ്പോൾ അതിൻ്റെ ആവേശം എന്തായാലും ഇവിടെ ഉണ്ട്. ആര് ജയിക്കുന്നു അല്ലെങ്കിൽ ആര് തോക്കുന്നു, എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്നൊന്നും ഞാൻ ഫാത്തിമയോട് ചോദിക്കുന്നില്ല. കാരണം ഉത്തരം വളരെ പ്രഡിക്റ്റബിൾ ആണല്ലോ. അപ്പോൾ എനിക്കറിയാമല്ലോ എന്തായിരിക്കും ഉത്തരം എന്ന്. അത് ചോദിക്കേണ്ട കാര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. എന്തായാലും ഇലക്ഷൻ വർക്കൊക്കെ ഉഷാറായി പോട്ടെ. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നിലമ്പൂരുകാരും അത്യാവശ്യം ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഓക്കെ, നല്ല ആത്മവിശ്വാസത്തിൽ ചായ കുടിക്കുകയാണ് ഫാത്തിമ. ഇങ്ങനെ ചായ കുടിക്കാൻ വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഹലോ, ഇവിടുത്തുകാരാണോ? അതെ. എന്താ ഇലക്ഷൻ്റെ ഒരു വൈബൊക്കെ എന്താ? ഭയങ്കര സെറ്റപ്പാണ്.
എല്ലാവരും ബ്ലോക്കാണ്. റോഡ് ഫുൾ ബ്ലോക്കാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ പരിപാടികളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഇലക്ഷൻ ഇപ്പോൾ നിലമ്പൂര് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഇലക്ഷൻ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിൽ കവിഞ്ഞ് കാണുന്നുണ്ടോ? ഇവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി ആകെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലിയ തോതിൽ സ്വരാജ് ജയിക്കാനാണ് സാധ്യത. വലിയ തോതിൽ സ്വരാജ് ജയിക്കും. വലിയ തോതിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി സ്വരാജ് ജയിക്കും. താങ്കൾ ഇടതുപക്ഷ അനുഭാവിയാണോ? തർക്കമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ചായക്കട. നല്ല ചൂടുള്ള ഒരു ചായ കുടിച്ച ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. ഇപ്പോൾ രാത്രിയിലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ട് ഇതിൽ എന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു കാർണിവൽ, ഒരു ഉത്സവം എന്നുള്ള നിലയിൽ കൊണ്ടാടുകയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് മാങ്ങയാ? ഇത് നീലം മാങ്ങ, ചെറുത് നാടൻ മാങ്ങ, പാലക്കാട് മരുന്നടിച്ച മാങ്ങയാ? അല്ലല്ല, നോർമലായിട്ട് പോയിക്കുന്ന മാങ്ങ. ഇലക്ഷന്റെ ഒക്കെ ഒരു കാര്യം എങ്ങനെയുണ്ട്? ഓൾ ഗുഡ്, കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ ആര് ജയിച്ചാലും ഒരുമാതിരി തന്നെയാണ്. ആര് ജയിച്ചാലും നമ്മൾ പണിയെടുത്ത് നമുക്ക് ജീവിക്കാം. എന്തുണ്ട് ഇലക്ഷൻ ഒക്കെ ആയിട്ട് എല്ലാവരും ജനങ്ങൾക്ക് വേണ്ട വിഷയങ്ങളൊക്കെയാണോ ചർച്ച ചെയ്യുന്നത്? ജനങ്ങളെ വിഷയങ്ങൾ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ട് ഒരാളും ഇവിടെ വോട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങളെ വെച്ചിട്ട് സാധാരണക്കാർക്കൊരു പ്രതിഷേധമുണ്ട്. വിലക്കയറ്റം എന്താണെങ്കിലും സാധാരണക്കാരന്റെ നടുപൊടിച്ച ഭരണമാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് എന്ന് പറയുന്നത്. അരിവാൾ ചുറ്റുകയൊക്കെ ഉണ്ടല്ലോ നെഞ്ചത്ത്. ശരിയാണോ? ആര് പറയുന്നു? ഈ ചങ്ങാതി അല്ല, ഓന് പറയാം, ഓനെന്തും പറയാം. കാരണം ഓന് ഇവിടെ എവിടേക്കെത്തൂലെന്ന് ഞങ്ങൾക്കറിയാം. നമുക്ക് വികസനം വേണ്ടി, ആ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നത്. നിലമ്പൂരിലെ ഇലക്ഷൻ LDFും UDFും അൻവറും മാത്രം തമ്മിലല്ല, NDAയും വളരെ സജീവമാണ്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ രാത്രിയിലും നിലമ്പൂരിൽ സജീവമാണ്. അധ്യക്ഷനായതിനു ശേഷം വരുന്ന ആദ്യത്തെ ചലഞ്ചാണ്. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് തന്നെ ഇത് എൻ്റെ പ്രസിഡന്റ്ഷിപ്പിനുള്ള ചലഞ്ചാണെന്നുള്ള മട്ടിൽ തന്നെ താങ്കൾ എടുക്കുന്നുണ്ടോ? ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ശരിക്കൊരു ഓൾട്ടർനേറ്റീവ്, വികസനം, പുരോഗതി, അവസരങ്ങൾ. എന്നിട്ട് പ്രീണനം ഇവർ ചെയ്യുമ്പോൾ ആ പ്രീണനത്തിന്റെ എതിരെ നിൽക്കാൻ BJP NDA ഇറങ്ങിയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിലമ്പൂർ സജീവമാണ്. ഇപ്പോഴും ആർക്കാണ് ഒരു പടി മുൻതൂക്കം, ഒരു പിടി മുൻതൂക്കം, ഒരല്പം മുൻതൂക്കം എന്ന് പറയാനും കഴിയില്ല. നമ്മൾ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്, നാളെയും മറ്റന്നാളും ഒക്കെ. അപ്പോൾ നോക്കാം വരുന്ന ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് നിലമ്പൂർ തിരിയുന്നത് എന്ന്. നമുക്ക് സ്ഥാനാർത്ഥിമാരെയൊക്കെ നേരിട്ട് കാണാനുള്ളത് അടുത്ത ദിവസം ആകട്ടെ എന്ന് വെച്ചതാണ്. തൽക്കാലം ഈ രാത്രി നമുക്ക് നിലമ്പൂരിൽ നിന്ന് പിരിയാം.